വിദ്യേച്ചി, ദേ പ്രശാന്തേട്ടൻ വരുന്നു. വിദ്യേച്ചി ഡൈവേഴ്സ് ചെയ്യാനുള്ള വക്കീൽ നോട്ടീസും കൊണ്ട് വന്നതായിരിക്കും ശാന്തേട്ടൻ, അല്ലേ? ഡൈവേഴ്സ് നോട്ടീസ് രജിസ്റ്റർ ചെയ്ത് അയക്കുന്നല്ലേ കൂടുതൽ സൗകര്യം. കയ്യിൽ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാഴ്ചയായിട്ടും ശാന്തേട്ടനെ കാണാതായപ്പോ തന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിരിക്കും അല്ലേ? രഘുവിനെന്ത് പറ്റി? ഇന്നലെ മുതൽ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. പരിചയമില്ലാത്ത പണിയായോണ്ട് ഭയങ്കര മേലുവേദനയാ. ദേഹത്ത് കുഴമ്പ് പുരട്ടി ആവി പിടിക്കുക. ശാന്തേട്ടന്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഷമ ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ അമ്മയെ ചീത്ത പറഞ്ഞെന്ന് കേട്ടു. എന്താ വിഷമമുണ്ടോ? ഏയ്, പറഞ്ഞു ചിലപ്പോ കുറഞ്ഞു പോയിന്ന എന്റെ അഭിപ്രായം. പക്ഷേ അമ്മ അതിന്റെ ദേഷ്യമൊക്കെ തീർത്തത് എന്റെ അടുത്താ. ശാന്തേട്ടാ, ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. എന്നെ കാണാൻ വന്നെന്നറിഞ്ഞ ശാന്തേട്ടന്റെ അമ്മ തലയെടുക്കില്ലേ? അച്ഛ വീട്ടിൽ വന്ന് കിടക്കുന്നത് കുറച്ചില്ലല്ലേ? ഞാനിങ്ങോട്ട് വന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒളിച്ചു വന്നതാ അല്ലേ? താനെന്നെ കളിയാക്ക. ഇന്നലെ എവിടെയായിരുന്നു എന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയും? എന്തെങ്കിലും ഒരു നുണ പറയണം. അത് ശാന്തേട്ടനെ കൊണ്ട് ഒരിക്കലും പറ്റില്ലെന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നതിന് പോലും കള്ളം പറയേണ്ട ഗതികേടാ അല്ലേ ശാന്തേട്ട? എത്ര നാൾ തന്നെ ഇവിടെ നിർത്തുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എവിടുന്നെങ്കിലും കുറച്ച് രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് തന്നാണെന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. തന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടോ? വക്കീൽ നോട്ടീസ്, ഡൈവേഴ്സ്. തനിക്ക് സ്നേഹം വേണമെന്ന് പറയാനും ആശ്രയിക്കാനും ഒക്കെ ആളുണ്ട്. എനിക്ക് ഇത്തിരി സ്നേഹം വേണമെന്ന് ഞാൻ ആരോട് പറയും? സ്നേഹവും പണവും സുഖവും ഒക്കെ കണക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങാൻ എല്ലാവരും എടുക്കരാ. ആയാലും കൂടപ്പിറപ്പായാലും ഭാര്യയായാലും. എന്റെ അടുത്ത് മാത്രമല്ലേ ഉള്ളൂ ഈ വാശി? വരട്ടെ. ഇനി എന്നാ വരാ? വരാം. ചാന്തേട്ടാ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഭാര്യയെ കാണാൻ വരുന്നതും പോകുന്നതൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള. പക്ഷേ രാത്രിയിലുള്ള ഈ വരവും പോക്കും കണ്ട ആളുകൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. ചേട്ടനാണ് വന്നു പോകുന്നതെന്ന് അയൽക്കാർക്ക് തോന്നില്ല. കല്യാണം കഴിക്കാത്ത വേറെയും പെമ്പിള്ളേരുള്ള വീടാത്. അതുകൊണ്ട് വരവും പോക്കും ഒക്കെ പകലായാൽ ഞങ്ങളുടെ മാനമെങ്കിലും പോകാതിരിക്കും. സുഷമേ, വേണ്ട വിദ്യേ. സുഷമ പറയുന്നതിലും കാര്യമുണ്ട്.